രാവിലെ മക്കളെല്ലാം സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാനും ഏട്ടത്തിയമ്മയും ഒന്ന് ചൊറുക്കള വരെ പോവാനേ. നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഫാമിലീൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ആരാണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. നമ്മൾ മാത്രമല്ല പോകുന്നത്, ഏട്ടത്തിയമ്മേൻ്റെ വല്യച്ഛൻ്റെ മോള് വത്സലേച്ചിയും കൂടെ നമ്മളെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചൊറുക്കള ബസ് ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ ഇത് അവരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. അങ്ങനെ സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ പോയത്, അവരോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പോയത് ഇതാ നമ്മളെ വിനുവേട്ടൻ്റെയും ഷൈമേച്ചിൻ്റെയും വീട്ടിലേക്കാണ്. അപ്പോൾ ഇതാണ് വിനുവേട്ടനും ഷൈമേച്ചിയും 2 മക്കളും, ഇതാണ് വത്സലേച്ചി. അങ്ങനെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്ന് വിനുവേട്ടൻ്റെയും ഷൈമേച്ചിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അതേപോലെ നമ്മളെ വത്സലേച്ചിൻ്റെയും ദിവാകരേട്ടൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് പോയതാണ്. അപ്പോൾ എല്ലാവർക്കും രണ്ടാൾക്കും ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറയുകയാണ്. നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി, എന്നാലും ഒന്നും കൂടെ കിടക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വത്സലേച്ചി ഇതാ ചെടിയെല്ലാം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ കുറേ നേരം ചായയെല്ലാം കുടിച്ച് വർത്താനെല്ലാം പറഞ്ഞിരുന്നു. പിന്നെ അവരെങ്ങനെയും നമ്മൾ ഫുഡ് കഴിക്കാണ്ട് വിടുന്നില്ല കേട്ടോ. ഇത് അടിപൊളി ഞണ്ട് കറിയും ചെമ്മീൻ കറിയും വറവും അച്ചാറും ചോറെല്ലാം ഉണ്ടായിനി. നമ്മൾ പറയാണ്ട് പോയതിൻ്റെ പരാതിയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയാണ്ട് പോയിട്ട് ഇത്രയും സൂപ്പർ ഫുഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. വിനുവേട്ടനാണെങ്കിൽ ഞണ്ടിൻ്റെ കാലിനോടെല്ലാം മൽപ്പിടുത്തത്തിലാണുള്ളത്. ഇവിടെ ഏച്ചി അനിയത്തിയുടെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിന്, അതുകൊണ്ട് ഞണ്ട് ഇങ്ങനെ പൊട്ടിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഏട്ടത്തിയമ്മ ഞണ്ട് കൂട്ടൂല, നമ്മൾ ബാക്കി എല്ലാവരും നല്ല ആസ്വദിച്ച് ഞണ്ട് കഴിച്ചു. കുറച്ച് ടൈം എടുത്തിട്ടായാലും നല്ലോണം ആസ്വദിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷൈമേച്ചി മക്കളും കൂടിയാണ് ഫുഡ് ഉണ്ടാക്കി തന്നത്. നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതെല്ലാം ഞാൻ തന്ന ഞണ്ടിൻ്റെ വേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ഇതാ ഏട്ടത്തിയമ്മ വഴിയാണ് എനിക്ക് വിനുവേട്ടനെയും ഷൈമേച്ചിനെല്ലാം പരിചയം. ഇപ്പോൾ നമ്മൾ നല്ല കമ്പനിയാണ് കേട്ടോ. 1-2 പ്രാവശ്യം മുന്നേ ഇവരെ വീട്ടിൽ വന്നിട്ടും ഉണ്ടായിരുന്നു. ആനിവേഴ്സറിക്ക് ഒരു കേക്കെല്ലാം വാങ്ങിയിട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ നേരെ ഇത് നമ്മൾ ഫോട്ടോഷൂട്ടിലേക്ക് കിടന്നിട്ടുണ്ട്. അപ്പോൾ വിനുവേട്ടൻ്റെ ഷൈമേച്ചിൻ്റെയും മക്കൾ, ഒരാൾ എഞ്ചിനീയറിങ്ങിനും ഒരാൾ SLC ഇപ്പോൾ കഴിഞ്ഞതുമാണ്. അപ്പോൾ ലീവ് ആയതുകൊണ്ട് രണ്ടാളും വീട്ടിലുണ്ട്. അച്ഛനും അമ്മക്കും മക്കൾക്കും എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് എത്തണ്ടേ, അതുകൊണ്ട് തന്നെ നമ്മൾ തിരക്ക് പിടിച്ചിട്ട് പോവുകയാണേ ചെയ്തിന്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം കൂടെ അവിടെ നിൽക്കണം എന്നെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് തന്നെ നിൽക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മളിതാ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. മക്കൾ രണ്ടാളും കൂടിയാണ് കേട്ടോ നമുക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു തന്നിട്ടുണ്ടായിന്. എന്തായാലും ഒരു ഹാപ്പി ഡേ തന്നെയായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു. പിന്നെ നമ്മൾ നേരെ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളിതാ വിനുവേട്ടൻ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോവുമെന്ന്. പിന്നെ നേരെ നമ്മൾ അപ്പാടന്നെ ബസ്സും കിട്ടിയിട്ട് വീട്ടിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.